ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് ഭയങ്കര തീവ്രമായ പനിയും ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് നിൽക്കുവാണ്. വെറും അഹങ്കാരം കൊണ്ട് കിട്ടിയതാണ്. എനിക്കൊരു ശനിയാഴ്ച ഒരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ കുടയെടുത്തോ. കുഴപ്പമൊന്നുമില്ല, അത് ചാറ്റൽ മഴ അച്ഛാ, ഞാനിപ്പോൾ ഓടിപ്പോയിക്കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു പോയതാണ്. ഇപ്പോൾ ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ആരും മഴ കൊള്ളാതിരിക്കുക. ഇതുപോലെ പനിയൊക്കെ പിടിച്ചിരിക്കുന്നത് 2 ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ കഴിച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ നല്ല തൊണ്ടവേദന ഉണ്ട്. ഞാൻ സാധാരണ പിടിച്ചാൽ പറ്റാൻ പറയുന്നില്ല കേട്ടോ, ശരിക്കും നല്ല തൊണ്ടവേദന ഉണ്ട്. പക്ഷേ സാരമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നറിയാം എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാത്ത കഥ കേൾക്കാം. ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ്. നമ്മുടെ ഹേയും കൊണ്ടല്ലോ അങ്ങനെ പറയും, നമുക്ക് ഈ ഫ്രൈഡേ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ അവൻ പെട്ടെന്ന് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ചിലവനും ഒരു വിജലിപ്പിച്ച എക്സ്പ്രഷനാണ്. ഈ ഒരു റിയാലിറ്റിയിലേക്ക് മെൻ്റലി പ്രിപ്പയർഡ് ആവാൻ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അവൻ പറയും, ഓക്കെ നീ നീ സ്ഥലം പിക്ക് ചെയ്യാനൊക്കെ പറയും. അങ്ങനെ അവളിങ്ങനെ തിരിച്ച് നടക്കുമ്പോൾ അവളിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇവനും ചിരിക്കുന്നുണ്ട്. ഇവിടെ കോളേജിലാണെങ്കിലും മിറാൻ ഈ എക്സിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. ഇയാൾക്കാണെങ്കിലും ഇവളെ കണ്ടിട്ട് അടുത്ത് കണ്ടപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇയാളിങ്ങനെ വായോണ്ട് എന്തൊക്കെയോ കോക്കറി കാണിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചേട്ടാ ഇതേത് ഈ വട്ടൻ എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ പോവും. പിന്നെ അത് സീരിയൽ കാണിക്കുന്ന മിറാനൊരു ലാപ്ടോപ്പൊക്കെ കിട്ടിയിട്ട്, അപ്പോൾ അവളിങ്ങനെ അതൊക്കെ ഇങ്ങനെ തുറന്ന് മെയിൽ പണ്ടും ഉണ്ടായിരുന്നല്ലോ, ഇത്ര കൊല്ലം മുമ്പാണെങ്കിൽ മെയിലുണ്ടല്ലോ. അപ്പോൾ അവളിങ്ങനെ മെയിലിങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇവിടെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോഴേ ഇങ്ങനെ മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. വോയിസ് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കാൻ, ഞാൻ മാക്സിമം ലൗഡായിട്ട് തന്നെ സംസാരിക്കാം കേട്ടോ. അങ്ങനെ മെയിലിങ്ങനെ വായിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്താ ഞങ്ങളോട് പറയാതെ പോയത്, ഞങ്ങൾക്ക് മിസ് ചെയ്യണ്. അപ്പോൾ ഇവൾക്ക് സങ്കടം വരുന്നുണ്ട്. ഇവളിങ്ങനെ അയ്യോ എനിക്കും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. തിരിച്ച് മെയിൽ അയക്കുന്നുണ്ട്. കളിക്കുന്നത് മിറാൻ്റെ ഫാമിലി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കോഴ്സൊക്കെ ആയിട്ട് നിനക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരു കാര്യം ചെയ്യുന്ന ഒരു ബ്രേക്ക് എടുക്ക്, എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അവൾ പറഞ്ഞു, എൻ്റെ അമ്മ ഞാൻ ഒരുപാട് നാൾ ബ്രേക്ക് എടുത്തതാണ്, ഇനി എന്താണെങ്കിലും ഇത് ചെയ്തേ പറ്റൂ, എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടണം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അച്ഛൻ പറയുന്നത്, അതൊന്നും സാരില്ല, നീ പതുക്കെ ചെയ്താൽ മതി, പണ്ടത്തെ പോലെയല്ലല്ലോ, പണ്ട് നീ ജോലി ചെയ്തിട്ടൊക്കെ വേണ്ട റെൻ്റ് അടയ്ക്കാൻ, ഇപ്പം നമുക്ക് ദൈവ സാഹചര്യം അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. അപ്പം മിറാൻ പറയും, നിങ്ങൾക്കത് 20 കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, എനിക്ക് ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമാണ്, എനിക്കിത് മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടും, എനിക്കിപ്പോഴും തോന്നുന്നത് എനിക്കിങ്ങനെ പണിയെടുത്തോണ്ടേ ഇരിക്കണം എന്നാണ്. സത്യം പറയാമല്ലോ, ഇപ്പം എനിക്ക് ഉറക്കം തന്നെ കിട്ടുന്നില്ല. കാരണം ഇത്രയും 20 കൊല്ലം ഞാൻ വെറുതെ ഇരുന്ന് ഉറങ്ങുവാണെന്നിങ്ങനെ ആലോചിച്ചിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിറാൻ ക്ലാസ്സിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെക്കൻ വന്നിട്ട് ഇവളെ നൈസായിട്ടൊന്ന് ഹിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെക്കൻ്റെ ഒരു കൂട്ടുകാരനോട് പറയും, അവളെ നോക്ക്, അവളെ കണ്ടിട്ട് എൻ്റെ ടൈപ്പാണ് തോന്നുന്നത്, അവളുടെ ഫാഷൻ സെൻസ് നോക്ക്, എന്ത് ഊള ഫാഷൻ സെൻസാണ്. അതിനർത്ഥം എന്താണ്, അവൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ അവളെപ്പറ്റി ശ്രദ്ധിക്കണമെന്നോ അങ്ങനെയൊന്നും ഒരു ആഗ്രഹമില്ലാത്തതാണ്. എനിക്ക് ആ ടൈപ്പ് ഓഫ് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് പറയുന്നത് ഒരു നല്ലൊരു കുഞ്ഞി ചുള്ളൻ ചെക്കനോടാണ്. അപ്പോൾ ഈ ചെക്കൻ ഹിറ്റ് ചെയ്യാൻ നേരത്തെ ഇവൾക്കൊരു കോഫി കൊടുത്തായിരുന്നു. അപ്പോൾ അവളതിങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര കയ്പിട്ടു. അപ്പോൾ അവളങ്ങനെ ചുമക്കുന്നുണ്ട്. ആ കറക്റ്റ് ടൈമിലാണ് നമ്മുടെ എക്സ് വരുന്നത്. എക്സ് ഇവളുടെ ടീച്ചറാണ്. അങ്ങനെ മിറാനെ കാണുമ്പോൾ ഇയാൾ ബോധം കെട്ടിയിട്ട് ഇടിഞ്ഞൊടിഞ്ഞ് വീഴുന്നുണ്ട്. പിന്നെ ഇത് സീരിയൽ കാണുന്നത് നമ്മുടെ ചാൻ ഇങ്ങനെ ഓഫീസിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ വന്നിട്ട് വലിയ ഷോ ഓഫൊക്കെ കാണിക്കുന്നുണ്ട്. എടാ പിക്കിന് ചെറുക്കാൻ, നീ പുതുതായി ജോയിൻ ചെയ്തതാണോ? അപ്പോൾ ഇവനിങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ വലിയ ചൊറിച്ചിലാണ്. അപ്പോൾ ഇവൻ ചോദിക്കും, ഡയറക്ടറാണോ വെറൈറ്റി ഷോൻ്റെ? അപ്പോൾ പറയും, ഞാനോ, നിനക്ക് എന്നെ അറിയില്ല, ഞാൻ ആ ഷോൻ്റെ ചെയ്യുന്ന ആളാണ്, അങ്ങനെ ഇങ്ങനെ ഭയങ്കര തള്ളൽ. അയാളുടെ വിചാരിക്കുമ്പോൾ ഭയങ്കര ന്യൂ ജോയിൻ ചെയ്യാൻ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് തള്ളി വിടുന്നുണ്ട്. ഇവനാണെങ്കിലോ തലയ്ക്ക് ഇങ്ങനെ പ്രാന്ത് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ പിപ്പിരിമുടിയൻ ഓടി വരുന്നത്. പിപ്പിരിമുടിയൻ ഓടി നിന്നിട്ട് സാറെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാ തുറന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാൻ ചോദിക്കും, നീ നിൻ്റെ എംപ്ലോയീസിന് മര്യാദ ഒന്നും പഠിപ്പിച്ചിട്ടില്ല? അപ്പോൾ ഇയാളിങ്ങനെ വൃത്തികെട്ടവനേനിങ്ങനെ മെറ്റാളെ എംപ്ലോയിന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ നമ്മുടെ പിപ്പിരിമുടിയൻ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഇവന് നോർമൽ ഒരു എംപ്ലോയി ആണ്, പക്ഷേ ഇയാൾ ഭയങ്കര ചീഫുള്ളോ. എന്നിട്ട് പിപ്പിരിമുടിയൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന് എല്ലാവരും അതിശയിച്ചിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ഒരു മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. പിപ്പിരിമുടിയൻ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങളുടെ വർക്ക് എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചാൻ ഇങ്ങനെ എൻറ്റ് ചെയ്യുന്നിട്ട്, നിനക്കറിയോ അതിൻ്റെ പ്രശ്നം എന്താണ് ഇപ്പം നമ്മുടെ ഇത് സിറ്റുവേഷൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കൊരു വിവരമില്ല എന്ന് വെച്ചാൽ പിപ്പിരിമുടിയനെയാണ് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചാൻ എല്ലാവർക്കും ഇങ്ങനെ ക്ലാസ്സും ഇതൊക്കെ എടുത്ത് കൊടുക്കാൻ ഐഡിയാസൊക്കെ ഇങ്ങനെ പറയുകയാണ്. ചാൻ 2-3 ഐഡിയാസൊക്കെ പറയട്ടെ, പക്ഷെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ നമ്മുടെ മിറാൻ്റെ ക്ലാസ്സിലാണെങ്കിലോ ഇയാൾ എക്സിന് ക്ലാസ് എടുക്കുകയാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നോക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിലോ ഉറക്കം തോന്നുന്നുണ്ട്. ഇത്രയും നാൾ ഉറങ്ങായിരുന്നല്ലോ. അവൻ നമ്മുടെ കുഞ്ഞിച്ചുള്ളനുണ്ടല്ലോ, അവനിങ്ങനെ ഇവിടെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പുഞ്ചിരിയൊക്കെ ഒഴിക്കുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചാൻ്റെ ഓഫീസിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിപ്പിരി കൂടിയും പറയും, അതെ നമ്മൾക്ക് നിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് ഹൈഡ് ചെയ്യണമല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടല്ലോ നോർമലായിട്ട് നിന്നെ എല്ലാവരും ബിഹേവ് ചെയ്യണ പോലെ ബിഹേവ് ചെയ്യാം. അപ്പോൾ ചാൻ പറയും ഓക്കെ, കുറച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മൾ രണ്ടുപേരുള്ളപ്പോൾ ഞാൻ എന്നോട് നല്ലപോലെ ചൂടാവും. അപ്പോൾ ഇയാൾ പിപ്പിരി കൂടി പറയും, അതന്നെയല്ലേ ഇയാൾ മുന്നും ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മുടെ പിപ്പിരി കൂടിയും പറയും, അതെ എനിക്ക് അത്യാവശ്യം വയസ്സൊക്കെ 50 വയസ്സൊക്കെ, അപ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ തരാം. അപ്പോൾ നമ്മുടെ ചാൻ പറയും, ഏത് വയസ്സുള്ള ആളുകളാണെങ്കിലും മന്ദബുദ്ധിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവരോട് റിയാക്ട് ചെയ്യും. നമ്മുടെ പിപ്പിരി കൂടി ഇങ്ങനെ പറയും, ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമോ? അപ്പോൾ പറയും, ഇല്ല പറയും. അതെ നീ അന്ന് ഫ്രീസായല്ലോ, അതോടുകൂടി നിൻ്റെ ബുദ്ധിയും നിൻ്റെ ക്രിയേറ്റിവിറ്റി കൂടി ഫ്രീസായെന്ന് തോന്നുന്നു. അപ്പോൾ പറയും, എന്ത് എൻ്റെ ക്രിയേറ്റിവിറ്റിയോ? ദേ എൻ്റെ ക്രിയേറ്റിവിറ്റി എന്നെ പറഞ്ഞാണ്ടല്ലോ. അപ്പോൾ പിപ്പിരി മുടി പറയും, അതെ ലോകം ഒരുപാട് മാറി, അതുകൊണ്ട് നിൻ്റെ ആ പഴയ ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ട് ഐഡിയാസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് സക്സസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ നല്ല നല്ല ഐഡിയാസ് കണ്ടുപിടിക്കണം. എന്നിട്ട് പറയും, ഇനി നീ ഇതുപോലത്തെ ഒക്കെ ഐഡിയാസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ ടീമിൽ തുടരാൻ പറ്റില്ല എന്ന് പറയും. അപ്പം പറയും, ഓക്കെ ഞാൻ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മുടെ പിപ്പിലൂടെ ഭയങ്കര ഉപദേശം വരുമ്പോൾ നമ്മുടെ ചക്ര ദേഷ്യം വന്നിട്ട് പറയും, ഞാൻ പറഞ്ഞിട്ട് ഞാൻ റെഡിയാക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് സമയം തരാൻ പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിപ്പിരി മുടേന് മിറാൻ്റെ കോൾ വരാണ്. അപ്പോൾ ഇവള് ഇവൻ നിങ്ങൾ ചോദിക്കും, ഇവളുടെ നമ്പർ എൻ്റെ നമ്പർ അങ്ങനെ ഇവൾക്ക് കിട്ടി? അപ്പം ചാൻ പറയും, അത് ഞാൻ കൊടുത്താണ്, എൻ്റെ ഫോൺ കേടായപ്പോഴേ. അപ്പോൾ ഇയാൾ എന്ന് പറയും. അപ്പോൾ ഇവള് പറയും, അതെ നമ്മൾക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ. ആ എഗ്രിമെൻ്റ് പ്രകാരം എനിക്ക് എല്ലാവരോടും ഈ ആഴ്ചക്കുള്ളിൽ ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ കാണാവുന്നതാണ് പിപ്പിരി മുടിയൻ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഓടി വന്നിട്ട്, പണി കിട്ടി സാറേ. എന്നിട്ട് ഇയാളങ്ങനെ പറയുന്നത് ഒരു മെമ്മോറാണ്ടത്തിനെ പറ്റിയിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെന്താണ്? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 കൊല്ലം മുമ്പ് ഇവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസിഡൻറ്റ് ഒരു മെമ്മോറാണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് പോലത്തെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രസിഡൻ്റാണ് പണി തന്നത്. പിന്നെ കാണിക്കുന്ന ഒരു നീണ്ട മുടിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ സ്ട്രെയിറ്റനൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് പെണ്ണുങ്ങളുടെയാണ്, പക്ഷേ അല്ല നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ ആണ് കേട്ടോ. മൂപ്പരപ്പോൾ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് ഓടി വന്നിട്ട്, എന്നെ ഓർമ്മയുണ്ടോ ഞങ്ങൾക്ക്? അപ്പോൾ ഇയാൾ പറയും, ഇല്ല ഞങ്ങളുടെ ക്രയോണിക്സ് എക്സ്പെരിമെൻറ്റ് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇയാൾ എനിക്ക് കാര്യമായിട്ടൊന്ന് കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ്, സാരില്ല ഡോക്ടറെ, ഞാൻ ഞങ്ങളുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ പറയും. പിന്നെ ഇങ്ങനെ ഓർമ്മ കൊണ്ടുവരാനും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾക്കൊരു ചെറിയൊരു വട്ട് പിടിച്ച പോലെ ഇയാളിങ്ങനെ കോമഡിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചാനും നമ്മുടെ പിപ്പിരിമുടിയനും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചാനാണെങ്കിൽ നല്ല തണുപ്പ് വേണമല്ലോ, അവരാണെങ്കിൽ നല്ല ഹൈ വോളിയത്തിൽ സ്പീഡിൽ AC, പിന്നെ തലയിൽ ഒരു ഐസ് ബാഗൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പുറത്ത് പിപ്പിരിമുടിയനാണെങ്കിൽ ഒരു ബ്ലാങ്കറ്റൊക്കെ പൊതച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നത്, ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഓരോന്ന് പഠിച്ചു വരാണല്ലോ. അപ്പോൾ നമ്മുടെ പിപ്പിരി മുടി ചോദിക്കും, നിനക്ക് തണുക്കുന്നൊന്നുമില്ല? അപ്പോൾ പറയും, എനിക്ക് തണുക്കുന്നൊന്നുമില്ല, നിനക്ക് തണുക്കുന്നുണ്ടെങ്കിൽ വേറെ കുറച്ചും കൂടി ഡ്രസ്സ് ഇട്ടോ, ഞാൻ എന്താണെങ്കിൽ AC ഓഫ് ആക്കാൻ പോലില്ല. പിന്നെ ഇയാളിങ്ങനെ പിപ്പിരി മുടിയിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കറൻറ്റ് ഇഷ്യൂസ്, ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആയത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവനിങ്ങനെ പിപ്പിരിമുടിയൻ എന്ത് ചെയ്യും, ഇവനിങ്ങനെ എന്തെങ്കിലും എണീക്കല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ഇവനെ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു 20 കൊല്ലം കൊറിയയിൽ നടന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റിക്കുകയാണ്. അപ്പോൾ ഒരു പെണ്ണ് വരും കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കണം, ഇതേതീ പെണ്ണ്? അപ്പോൾ പറയും, ഈ പെണ്ണായിട്ടാണ് എനിക്ക് അഫയർ ഉണ്ടായത്. അപ്പോൾ അവൻ ചോദിക്കും, അതെന്തിനാ എന്നോട് കാണിക്കുന്നത്, ഇവളെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തോ? അപ്പോൾ നമ്മുടെ പിപ്പിരിമുടി പറയും, ഇല്ല ഞാൻ ചുമ്മാ നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാണിക്കുന്നത് ഈ എംപ്ലോയീസൊക്കെ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് ഈ ചാനൽ ആൾ കണക്ഷൻസ് വഴിയാണ് ഈ ജോലി കിട്ടിയത്. അയാൾ പറഞ്ഞ ഐഡിയാസൊക്കെ എന്ത് പഴഞ്ചൻ ഐഡിയാസാണ്, എത്ര കൊല്ലം മുമ്പ് വന്ന ഐഡിയാസാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ചീഫ് വരെ അയാളുടെ മുട്ടുകുത്തിയാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും അയാൾ ഒരു കഴിവില്ലാത്തതുകൊണ്ട് എന്താണെങ്കിലും കണക്ഷൻസ് വഴിയാണ് കയറിയത്. അപ്പോൾ ഒരു പെണ്ണ് എംപ്ലോയി ഉണ്ട്, അവളങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ഞാനൊരു റൂമർ കേട്ട് 20 കൊല്ലം മുമ്പ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത ഡയറക്ടറാണ് ഇയാളെന്ന്. അപ്പോൾ ഒരു ചെക്കൻ പറയും, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വയസ്സായിട്ട് തോന്നണ്ടേ, എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എപ്പോഴും ഒരു 26 വയസ്സൊക്കെ തോന്നുള്ളൂ. അപ്പോൾ പറയും, എന്താണെന്നറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ന്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ മേലേക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടോ, ചെക്കൻ നല്ല ഗ്ലാമറാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇയാൾ ഇയാളാണ് മുമ്പത്തെ ഡയറക്ടറെങ്കിലും ഭയങ്കര ബ്രില്യൻ ഡയറക്ടറായിരുന്നു അയാൾ. പിന്നെ കാണിക്കുന്നത് മിറാന് ബസ്സിൽ കയറാൻ കേട്ടോ. അപ്പോൾ അവിടെ നടന്നിപ്പോൾ ഓട്ടോമാറ്റിക് റീഡിങ് പൈസയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുത്തം വന്നിട്ട് അവൻ്റെ ചന്തി വെച്ചിട്ട് കാർഡ് ഇങ്ങനെ പൈസ ഇടുന്നുണ്ട്. അപ്പോൾ ഇവള് ഇതെന്താണ്? എന്നിട്ട് അവളങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അവൾക്ക് ചമ്മൽ വന്നിട്ടുണ്ട്, അവൾ പൈസ ഇടും. ഇന്നത്തെ കാലത്ത് പൈസ
പേ ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. എന്നിട്ട് അവൾ പണ്ടത്തെ വാക്ക്മാനൊക്കെ വെച്ച് ഇങ്ങനെ കേൾക്കൂട്ടോ. അപ്പോൾ ഒരുത്തരിങ്ങനെ നോക്കിയിട്ട് ഇത് എന്ത് കാലത്തെ സംഭവമാണെന്നൊക്കെ ചോദിച്ചിട്ട് അവനും നോക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ അസിസ്റ്റൻറ്റ് കുറേ ശ്രമിക്കുന്നുണ്ട് മറ്റാൾക്ക് ഓർമ്മ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അയാൾക്കാണെങ്കിൽ ഓർമ്മയും കിട്ടുന്നില്ല. അയാൾ മുടിയൊക്കെ വളർത്തി നല്ല സൗന്ദര്യമൊക്കെ നോക്കിയപ്പോൾ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഡ്രോൺ ക്യാമറ ഒക്കെ കണ്ടിട്ട് ചോദിക്കും ഇതെന്തിട്ട് ഇത് എത്ര ദൂരം പറക്കും. അവനാകെ അതിശയം നിൽക്കണേ. ഇവിടെ മിറാനാണെങ്കിലോ പൈസ മാറി ഡോളറിൻ്റെ നോട്ട് മാറിയതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വാ പൊളിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ പുതിയ ഓരോ മാറ്റങ്ങളൊക്കെ അതിശയിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇയാളുണ്ടല്ലോ, ഈ അസിസ്റ്റൻറ്റ് ഈ പ്രൊഫസറെ കൊണ്ടുവന്നിട്ട് ഈ എക്സ്പെരിമെൻ്റ് റൂമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇയാൾക്ക് ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു മുഖത്ത് ഭാവവ്യത്യാസം ഉണ്ട്. ഇത്രയും നാൾ കളിച്ചിരിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഈ അസിസ്റ്റൻറ്റ് പറയും പ്രൊഫസർ നിങ്ങൾ എന്താണെങ്കിലും ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് 2 പേരെ ഓർത്തെടുത്തേ പറ്റൂ. കാരണം നിങ്ങൾ അത് മെമ്മറീസ് തിരിച്ച് വന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതം ഭയങ്കര അപകടത്തിലാണ്. എന്നിട്ട് അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അടുത്ത സീരിയൽ കാണാം, നമ്മുടെ മിറാൻ നമ്മുടെ മീറ്റിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനുണ്ട്, പിപ്പിരിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്. അപ്പോൾ അവളിങ്ങനെ വലിയ ജാടൊക്കെ ഇട്ട് വന്നിട്ട് മെമ്മോറാണ്ടം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ പ്രസിഡൻറ്റ് ഇങ്ങനെ വിജലിപ്പിച്ച മുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനത് വായിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ പറയും എൻ്റെ പേരാണ് കോമിറാൻ, എനിക്കിപ്പോൾ 44 വയസ്സായി. അപ്പോൾ നമ്മുടെ പിപ്പിരി മുടിയൻ എനിക്ക് 48 നൈസായിട്ട് ട്യൂൺ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ചാനങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയും നിങ്ങൾ ആ മെമ്മോറാണ്ടൊന്ന് വായിച്ചു നോക്ക്. അപ്പോൾ നമ്മുടെ പിപ്പിരി മുടിയൻ ആ മെമ്മോറാണ്ടം അങ്ങനെ വായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പിപ്പിരി മുടിയൻ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രസിഡൻറ്റ് ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടായി ഈ ബുദ്ധിമുട്ടിനൊക്കെ സോറി പറയും. അപ്പോൾ ഇവിടെ ദേഷ്യത്തിൽ പറയും എനിക്ക് ഞങ്ങളുടെ സോറി ഒന്നല്ല വേണ്ടത്. എന്നിട്ട് പറയും എനിക്ക് കോമ്പൻസേഷനാണ് വേണത്. എന്നിട്ടൊരു കാൽക്കുലേറ്റർ എടുത്ത് മുന്നിൽ വയ്ക്കും. എന്നിട്ട് ഇവിടെ പറയും പെർ ഡേക്ക് എനിക്ക് $6500 നിങ്ങൾ ഓഫർ ചെയ്തത്. അപ്പോൾ പിപ്പിരിക്കും 5000 അല്ലേ. അപ്പോൾ ചാൻ പറയും 1500 എൻ്റെ വകയായിരുന്നു. എന്നിട്ട് ഇവളെന്ത് ചെയ്യും, അത് വെച്ചിട്ട് 20 കൊല്ലത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു വലിയ എമൗണ്ടാണ്. അപ്പോൾ പ്രസിഡൻറ്റ് പറയും അത്രയൊന്നും താങ്ങാനുള്ളത് ഈ കമ്പനിക്കില്ല മോളെ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഭയങ്കര ചൂടുള്ള. അപ്പോൾ ഇവനിങ്ങനെ കോൾഡ് വാട്ടർ കുടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചൂട് കാണിക്കുമ്പോൾ ഇവനെന്ത് ചെയ്യും, ഒഴിച്ചു കൊടുക്കും. ഇവരറിഞ്ഞോടുള്ള അവസ്ഥ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രസിഡൻറ്റും പിപ്പിരി പുറത്തിറങ്ങിയിട്ട് പ്രസിഡൻറ്റ് പറയും അവൾക്ക് പ്രാന്താടാ, ഞാൻ വിചാരിച്ചാൽ എൻ്റെ പെൻഷൻ പൈസ ഒക്കെ വെച്ചിട്ട് അവളൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, പിപ്പിരി പറയും നമുക്കെല്ലാം തുറന്ന് പറഞ്ഞിട്ട് നമുക്ക് ലോനെ ഫേസ് ചെയ്യാം. അപ്പോൾ ഇയാൾ പറയും വട്ടുണ്ട് നിനക്ക്. അപ്പോഴാണ് മിറാനും ചാനും കൂടി ഇറങ്ങി വരുന്നത്. എന്നിട്ട് ചാൻ പറയും ഞാനിനെ ഡ്രോപ്പ് ചെയ്യുന്ന പറയുമ്പോൾ പറയും ഞാൻ ഒറ്റയ്ക്ക് പൊക്കോണ്ടെന്ന് പറയും. അപ്പം ചാൻ പറയും അല്ല നിനക്കിപ്പോൾ നീ ഫുള്ളി റിക്കവർ ആയിട്ടില്ലല്ലോ. അപ്പം മിറാൻ പറയും ശരിയാണ്, എനിക്കിടല്ല എൻ്റെ ശരീരം മൊത്തം എനിക്ക് വേദനിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവളെ കൂട്ടിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ ഇവനാണെങ്കിൽ പഴയ കാറാണ്, കീയൊക്കെ ഇട്ട് തുറക്കണ ടൈപ്പ്. അപ്പോൾ ഇവരിങ്ങനെ ഈ കാറ് വെച്ചിട്ട് ട്രാഫിക്കിലൊക്കെ വെക്കുമ്പോൾ അപ്പുറത്തെ കാറിലോടത്തും പറയുന്നുണ്ട് ഈ കാറൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ട് അതൊക്കെ. എന്നിട്ട് കാറിൽ പോകുമ്പോൾ നമ്മുടെ മിറാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയുകയാണ് നിനക്കറിയോ 20 കൊല്ലം ഞാൻ ആ ഇതിൻ്റെ ഉള്ളിൽ കിടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സിംഗർ ഉണ്ടല്ലോ അവൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ പറയും എനിക്ക് മനസ്സിലായില്ല ആ കഥയുടെ അർത്ഥം. അപ്പോൾ ഇവൾ പറയും അവന് നീ എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഇവനൊരു പറഞ്ഞല്ലോ ഇതെന്നെ മീറ്റ് ചെയ്യിപ്പിക്കാമെന്ന്. അപ്പോൾ ഇവൾ പറയും അന്ന് മീറ്റ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഇവള് ഉറങ്ങിയില്ലെങ്കിൽ മീറ്റ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഇവളെ കണ്ടിട്ട് ഇവന് ആ സിംഗർ എന്ത് ചെയ്യും, ഇവളിങ്ങനെ ഓർത്തിട്ട് അതെനിക്ക് തോന്നുന്നു ആത്മഹത്യ ചെയ്താന്ന് തോന്നുന്നു ആ സിംഗർ. അപ്പോൾ ഇവള് പറയും അങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നെങ്കിൽ അവൻ. അപ്പം നമ്മുടെ ചാൻ പറയും അങ്ങനെയൊക്കെ നീ ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് പറഞ്ഞൂടെ 20 കൊല്ലം നീ ഫ്രീസ് ചെയ്ത് കിടന്നുകൊണ്ട് നിനക്ക് കാർ ആക്സിഡൻറ്റിൽ നീ മരിച്ചൊന്നും പോയില്ലാന്ന്. അപ്പോൾ എന്ത് അപ്പോൾ പറയും അല്ല 20 കൊല്ലത്തിനുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കും. നിനക്ക് കൈയൊടിയാ കാലൊടിയാ കാർ ആക്സിഡൻറ്റ് നീ മരിച്ചു പോവുക എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അപ്പോൾ 20 കൊല്ലം നിനക്ക് ഒരു പോറൽ പോലെ ഏക്കാണ്ട് നീ തിരിച്ചു വന്നില്ലേ. ഓക്കെ പക്ഷെ എനിക്കൊരു നല്ലൊരു ചെക്കനെ കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ പറയും അതിനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ പറയും എൻ്റെ എക്സിനെ വെച്ചിട്ടാണ് നീ എന്നെ വിലയിരുത്താണല്ലേ. പിന്നെ അവർ തമ്മിൽ നല്ല ആർഗ്യുമെൻറ്റ് നടക്കുന്നുണ്ട്, കുഞ്ഞു ആർഗ്യുമെൻറ്റ്. അങ്ങനെ ഇവരിങ്ങനെ ആർഗ്യൂ ചെയ്ത് പോകുമ്പോഴാണ് വണ്ടി വഴിക്ക് വെച്ച് സ്റ്റോപ്പ് ആവണം. അപ്പോൾ ഇവന് ഈ ഹൈ ടെമ്പറേച്ചറിൽ AC ഇട്ടിട്ട് ആ വണ്ടിക്ക് പാവം താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെ അത് വഴിക്ക് വെച്ചിട്ട് നിൽക്കുവാണ്. ഇവളെന്ത് ചെയ്യും, ഇവൻ പറയും നീ വേണേ ക്യാബിനൊക്കെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിറാൻ്റെ പഴയ ഫ്രണ്ട്സാണ്. അവരൊക്കെ ഒത്തിരി വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവൾ വായിച്ച മെയിൽ കിട്ടിയിട്ട് ഒരു ഫ്രണ്ട് എന്ത് ചെയ്യും നമ്മുടെ എക്സിൻ്റെ വൈഫിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മിറാനെയാണ്. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ ഭയങ്കര തണുപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അനിയൻകുട്ടൻ എന്ത് ചെയ്യും, ഈ വോമറുണ്ട് ഹാൻഡ് വോമർ അതങ്ങനെ കൊണ്ടു കൊടുക്കും. അപ്പോൾ താങ്ക്സ്ഡാ മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫ്രണ്ട്സ് തിരിച്ച് മെയിൽ അയക്കും. ആ മെയിൽ കിട്ടുമ്പോൾ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചാനും ഹേയുങ്ങും കൂടിയിട്ടിരുന്ന് ഡിന്നറിങ്ങനെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ 20 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അതേന്നിങ്ങനെ പറയും. എന്നിട്ട് ഇവരിങ്ങനെ പറയും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നീ ഒരുപാട് മാറി. അപ്പോൾ പറയും
എനിക്കറിയാം, ഞാൻ 20 കൊല്ലം കണ്ടിട്ടില്ല, നീ 20 കൊല്ലം ഓരോ എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോയപ്പോൾ നിനക്ക് നാച്ചുറലി ഉണ്ടായ മാറ്റമാണ്. അപ്പം നമ്മുടെ ഹേങ്ങനെ ചോദിക്കും, നിനക്ക് ഇപ്പോഴും എന്നെ ആ ഒരു പഴയ സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ ചെറുപ്പക്കാരിയായ ആ ഒരു ഇതിനെ പോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഉണ്ടെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിറാൻ കൂട്ടുകാരികളെ മീറ്റ് ചെയ്യട്ടോ, അവരിങ്ങനെ അതിശയിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അവർ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഡിവോഴ്സായി. അപ്പോൾ അവള് പറയുന്നുണ്ട്, നിനക്കറിയാം ഇവിടെ ആരെയാണ് കല്യാണം കഴിച്ചത്? അപ്പോൾ ആ പെണ്ണ് പറയും, ഓ അത് നീ അറിയണ്ടടാ, എനിക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. എന്നിട്ട് വിളിക്ക്, എന്താണ് പറ്റിയത്, നീ ഞങ്ങളെ മൈൻഡ് ചെയ്യാണ്ട് പോയത്? എന്നിട്ട് അവരൊക്കെ ഈ US പുതിയ വല്ല കോസ്മെറ്റിക്കാണ് നീ യൂസ് ചെയ്യുന്നത്, സത്യം പറഞ്ഞു എങ്ങനെ ഇത്ര ചുള്ളൊക്കെ നിൽക്കണത്? അപ്പോൾ ഇവളെന്ത് ചെയ്യും, ഇങ്ങനെ പറയും, നിങ്ങളെന്താണെങ്കിലും നല്ലപോലെ ഇരിക്കുന്നത് കൊണ്ട് നന്നായി. എന്നിട്ട് പറഞ്ഞാൽ ഞാനൊന്ന് ബാത്റൂം യൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോട്ടോ. അപ്പോൾ ഇവരെ പറയുന്നുണ്ട്, അവൾ വേറെ എന്തോ ചെയ്തിട്ടുണ്ട്, ബൊട്ടോക്സ് ഒന്നുമല്ല, അത് പിന്നെ കൊറിയയിലല്ലേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, എന്തോ ഉണ്ട് ഇവളിങ്ങനെ വല്ല വാമ്പിയർ അല്ലെങ്കിൽ ഫ്രോസൺ അവളെങ്ങാനും അങ്ങനൊന്നുമില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയനുണ്ടല്ലോ ചാനിൻ്റെ, അവനങ്ങനെ ഭയങ്കര പണ്ടത്തെ പിയാനക്കാരനുണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഹോട്ടലിലാണെങ്കിലോ ചേച്ചിയും അമ്മയൊക്കെ, അമ്മയൊക്കെ പാവം കഷ്ടപ്പെടുവാണ് കേട്ടോ. ചേച്ചിയാണെങ്കിലോ കൗണ്ടറിൽ ഇരുന്നിട്ട് നൈസായിട്ട് ചെക്കന്മാരൊക്കെ ഇങ്ങനെ വളയ്ക്കുന്നൊക്കെ ഇന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിപ്പിരിമുടിയൻ ഇങ്ങനെ അങ്കറി പൊളിച്ചുകൊണ്ട് നമ്മുടെ ഡയറക്ടർ റൂമിൽ വന്നിട്ട്, പ്രശ്നമുണ്ട് സാറേ. അപ്പോൾ അതിലെന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 20 കൊല്ലം മുമ്പ് കാണാതായ ഡയറക്ടർ തിരിച്ചു വന്നിരിക്കുന്നു, അതും അതുപോലെ തന്നെ ലുക്കായിട്ട്. അപ്പോൾ ആ ന്യൂസാണ്. അപ്പോൾ ഒരുത്തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നല്ല മുമ്പ്, അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതേ സെയിം ന്യൂസ് നമ്മുടെ ഹേ യോങ് നമ്മുടെ ചാനൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ഇതുകളാണ്. ഇവനിന് വല്ല ഏലിയന്മാർ തട്ടിക്കൊണ്ടുപോയതാണോ, അല്ലെങ്കിൽ ഇവന് വല്ല ബ്രദേഴ്സാണോ? അപ്പോൾ ചോദിക്കണോ, എന്തൊക്കെ ഇമാജിനേഷൻസ് ആണല്ലേ. അപ്പോൾ നമ്മുടെ ഹേങ് പറയും, ഈ എഴുതിയ ആളുണ്ടല്ലോ ഇങ്ങനത്തെ മിസ്റ്ററീസൊക്കെ കണ്ടുപിടിക്കാൻ മിടുക്കനാണ്. അപ്പവും പറയുന്നുണ്ട്, പക്ഷേ ഈ ഒരു ന്യൂസ് പുറത്തിറങ്ങിയാലുണ്ടല്ലോ ഒരുപാട് ആളുകൾക്ക് അത് ഭയങ്കര പ്രശ്നമായിരിക്കും. ഹേങ് വയ്ക്കും, എനിക്ക് മനസ്സിലായില്ല. പിന്നെ കാണിക്കുന്നത് ഫ്രണ്ട്സ് ഇങ്ങനെ വായിച്ചിട്ട് പറയും, എടി ഞാൻ പറഞ്ഞില്ലേ എന്നോട്, ഈ ന്യൂസ് കണ്ടില്ലേ, എനിക്ക് ഉറപ്പാണ് മിറാനും എന്തൊക്കെയോ ഇതിൽ പങ്കുണ്ടെന്ന്. അപ്പം നമ്മുടെ മറ്റേ കൂട്ടുകാർ പറയുന്നുണ്ട്, എന്താണെങ്കിലും അവൾ തിരിച്ചു വന്നല്ലോ, അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം ഇതേ ന്യൂസ് നമ്മുടെ ചാനലിൻ്റെ വീട്ടുകാരിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ കലിപ്പായിട്ട് എണിട്ട് പോയിട്ട്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻകാരെ ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ പീക്കിൽ പറയും, എൻ്റെ അമ്മ പീക്കിൽ ഭയങ്കര ബുദ്ധിമതിയാട്ടോ. അവളിങ്ങനെ പറയും, നമ്മുടെ അങ്കിള് സെലിബ്രേറ്റ് ചെയ്യാനുണ്ടല്ലോ, അത് നമുക്ക് ഗുണമാണ് ചെയ്യാൻ പോണത്. പിന്നെ കാണിക്കുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസറും ചാനൽ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, അയാൾ എണീറ്റെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ക്യാപ്സ്യൂൾ പോലത്തിൽ വേറെ പലരുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾ കിടക്കുന്നുണ്ട്, കുറേ 2-3 ആൾക്കാർ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ വലിയ ആളുകളാണ്. അപ്പോൾ ചോദിക്കും, ഇവരിൽ മാത്രം പൈസ എവിടുന്ന? അപ്പോൾ ഇവൻ ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പറയും, മെക്കാർത്തി ഫൗണ്ടേഷനാണ് ഇയാൾക്ക് ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, അല്ല ഒരു ഡൗട്ട് വയ്ക്കട്ടെ, എൻ്റെ ബോഡി ടെമ്പറേച്ചർ അത് 31.5 ആണല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ പ്രൊഫസർ പറയും, അതെ, ഇതിൻ്റെ ഡെഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 33 ആണ്, അതിന് മേലെ പോയി കഴിഞ്ഞാൽ പണിപ്പാളും. പിന്നെ കാണിക്കുന്നത് ചാൻ ഉണ്ടല്ലോ, അവൻ്റെ ചേച്ചിയുടെ എക്സ് ഹസ്ബൻഡ്, അയാളൊരു ഡിക്റ്റേറ്റീവ് ആണല്ലോ. അപ്പോൾ അയാളായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾ ഈ കേസിനൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ഒരു ആളുടെ ഇംഗ്ലീഷുകാരനുണ്ടല്ലോ, അയാളിങ്ങനെ കാണിച്ചിട്ട് പറയും, ഇയാളാണ് അന്നത്തെ സസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫസറിൻ്റെ മൂത്ത പ്രൊഫസറുണ്ടല്ലോ, വൻ പ്രൊഫസർ, ഏറ്റവും ആദ്യം ഒരാൾ വെടിയിട്ട് മരിക്കില്ലേ, അയാളെ കൊന്നത് ഈ ചെക്കനാണെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ തന്നെയായിരിക്കും നമ്മുടെ പ്രൊഫസറിന് കാർ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ചാൻ ചോദിക്കും, പക്ഷെ എന്താണ് ഇയാളെ പറ്റി പിന്നെ കൂടുതൽ അന്വേഷിക്കാതിരുന്നത്? അപ്പോൾ ഈ ഡിക്റ്റേറ്റീവ് പറയും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊന്ന ആളുണ്ടല്ലോ, അയാളിപ്പോൾ റഷ്യയിലെ ഒരു വലിയ പൊളിറ്റിക്കൽ വലിയ ആളാണ്, അതുകൊണ്ടാണ് ഈ ഒരു കേസ് ഇപ്പോൾ എല്ലാവരും മൂടി വെക്കണത്. പിന്നെ കാണിക്കുന്ന ഒരു വലിയ റൂമാണ്. അപ്പോൾ ഒരു ആൾ കസാരയിൽ ഇരിക്കുന്നുണ്ട്, വേറൊരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിൽക്കുന്ന ആളിങ്ങനെ ഒരാളോട് പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസിനെ പറ്റിയിട്ട്, ഇവനെ പറ്റി വന്ന ന്യൂസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ പ്രൊഫസർ മരിച്ചെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം അയാളുടെ ബോഡി കിട്ടിയിട്ടില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ വന്ന ഈ ആളുണ്ടല്ലോ 20 കൊല്ലം കഴിഞ്ഞ് വന്ന ആൾ, അയാൾ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്ന ആളുടെ കണ്ണിങ്ങനെ കാണിക്കുന്നുണ്ട്. കണ്ണ് കാണുമ്പോൾ തന്നെ ഒരു വില്ലനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇയാളിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, നല്ല വില്ലൻ. അപ്പോൾ ഈ നിൽക്കുന്ന ആൾ ചോദിക്കും, സാർ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, പ്രൊഫസർ ഹാങ് ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് നീ ആദ്യം പോയി ചെക്ക് ചെയ്യാൻ പറയും. പിന്നെ ആ ഡയറക്ടറെ പറ്റിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അങ്ങ് നടത്തിയേക്ക്. ഇനി എങ്ങാനും പ്രൊഫസർ ജീവനോടുണ്ടെങ്കിൽ അയാൾ അങ്ങോട്ട് തീർത്തേക്ക്. എന്നിട്ട് ഇയാളങ്ങനെ പറയുന്നുണ്ട്, അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും വിജയിച്ചിരിക്കുന്ന ആ റഷ്യയിലത്തെ ആ സെനറ്റർ ആണല്ലേ ഇവനെ കൊന്നേന്ന്? അപ്പോൾ ഇയാൾ പറയും, അതെ. എന്നിട്ട് ഇയാൾ ഒരു കൊലച്ചിരി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ മുഖം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം ഫേസിലുള്ള ഒരാൾ ഈ ക്യാപ്സ്യൂളിൽ ഇരിക്കുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, അയാളിങ്ങനെ പറയും എക്സ്പെരിമെൻറ്റോ, അത് ശരി, എനിക്ക് തോന്നി നിൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ ഉണ്ടെന്ന്, ശരിക്കും നീ തന്നെ ചെയ്തോ? അപ്പോൾ പറയും ആ അതെ, പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, പ്രൊഫസർ മരിച്ചിട്ടില്ല, പക്ഷെ അത് ആരോടും പറയരുത്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട് അല്ല നീ ഓക്കെ ആണോ? അപ്പോഴാണ് അവനെന്തോ ഓർമ്മ വന്നിട്ട് അവൻ പറയും നിൻ്റെ ഫോണും തരാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മിറാനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചാൻ ചോദിക്കും നീ ഓക്കെ അല്ലേ നോക്കും. അവൾ പറയും ഓക്കെയാ, ഒന്ന് പോടെ ചേർക്കുക, എൻ്റെ ശരീരം മൊത്തം വേദനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സോറി പറയും കേട്ടോ. എന്നിട്ട് അവൻ പറയും നീ സൂക്ഷിക്കണം, നിനക്ക് ഫീവർ ഒന്നും വരാതെ സൂക്ഷിക്കണം, ഫീവർ എങ്ങാനും അത് നീ അപ്പം തന്നെ ഇൻഫോം ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് പറ്റി? അപ്പോൾ പറയും നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം, ഞാനെല്ലാം നേരിട്ട് കാണുമ്പോൾ എന്നോട് പറയാം. ഡിറ്റക്റ്റീവ് ഇങ്ങനെ ചോദിക്കും ഇതാരാ? അപ്പോൾ പറയും വേറൊരാൾ. അപ്പോൾ ഇയാളൊക്കെ 2 പേരുണ്ടോ? അപ്പോൾ പറയും ഉണ്ട്. എന്നിട്ട് ഇവനൊരു ഡോക്യുമെൻ്റ് ഷാനിങ്ങനെ നോക്കുമായിരിക്കും. എന്നിട്ട് അവനതിങ്ങനെ ഷോക്കാവുന്നുണ്ടായിരുന്നു ഡോക്യുമെൻറ്റ്സ് കണ്ടിട്ട്. അങ്ങനെ ഇവളുടെ സ്കൂളിലൊരു ജോബ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ഫെയർ ഒരു ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവള് നൈസായിട്ട് ഇവളുടെ റെസ്യൂമൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ ഇവളുടെ വയസ്സൊക്കെ കാരണം ഇവള് റിജക്റ്റ് ആവും. അപ്പോൾ ഇവളാണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ പാർക്കിൽ ഇരുന്നിട്ട് ഓരോന്നും ഇങ്ങനെ കോപ്പറേറ്റ് കാണിക്കുമ്പോൾ മറ്റേ ഇവിടെ ട്യൂൺ ചെയ്ത ചെക്കനും ക്യൂട്ട് പൊട്ടപ്പനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ മെറ്റോൻ ചോദിക്കും അവൾ നല്ല ക്യൂട്ടാണല്ലേ? അപ്പോൾ നമ്മുടെ ക്യൂട്ട് കേട്ടപ്പം പറയും അതെ അവൾ ക്യൂട്ടാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ എല്ലാവരും ന്യൂസ് കണ്ടിട്ട് ഇങ്ങനെ വാ പൊളിച്ചിരിക്കുമ്പോൾ നമ്മുടെ പിപ്പിരിമുടി എനിക്ക് പോടേ എന്ന് പറയട്ടാ. അപ്പോഴാണ് നമ്മുടെ ചാനങ്ങനെ വന്നിട്ടേക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ പിപ്പിരി പറയും എന്തുകൊണ്ടാണ് നീ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് എന്നെ പറ്റി പിന്നീട് അന്വേഷിക്കാതിരുന്നത്? അപ്പോൾ അപ്പോൾ ചാൻ പറയും അല്ല നീ എന്തുകൊണ്ടാണ് പോലീസിനോട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ട് ഒന്നും പറയാതിരുന്നത്? നീ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരെന്താണെങ്കിലും ഈ കേസ് അന്വേഷിച്ചാനെ. അപ്പോൾ അതോടെ ചാൻ പറയും നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല, സത്യം പറയണം നീ എന്താണ് ചെയ്തത്? അപ്പോൾ പിപ്പിരി പറയും എടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ചാൻ ചോദിക്കും ആ വീഡിയോസൊക്കെ നീ എടുത്തത് നീ അതൊക്കെ കളഞ്ഞോന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫ്ലോർ ഡയറക്ടർ അവനോ സത്യം പറയും ഞാൻ അറിയാത്ത എല്ലാ കാര്യങ്ങളും നീ എന്നോട് പറഞ്ഞേ പറ്റും, ഇതൊക്കെ ഹേയോങ് മേലെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയും ആ ഇൻസിഡൻറ്റിന് ശേഷം നമ്മൾ ഈ പ്രോഗ്രാമിന് അവസാനിപ്പിച്ചു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ അത്രയും ഹെൽപ്ലെസ് ആയിരുന്നു ആ സമയത്ത്, എനിക്കൊരു ശക്തിയോ പവറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാൻ പറയും എന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് നീ ചീഫ് ആവുകയും ചെയ്ത്, എന്നിട്ട് ഇപ്പോഴും നിൻ്റെ കയ്യിലൊരു പവറോ ഒരു കാര്യവും ഇല്ല. അപ്പോൾ പിപ്പിന് പറയും എടാ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചാൻ പറയും എടാ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതല്ലേ, എന്നിട്ട് നിനക്ക് ഒന്നും സംഭവിക്കാത്ത പോലെ എങ്ങനെ നിൽക്കാൻ തോന്നി ഇത്രയും നാൾ? ഇവരിങ്ങനെ പറയും നിൻ്റെ മനുഷ്യൻ, അയ്യോ എൻ്റെ മൂക്ക് നല്ലപോലെ അടയുന്നുണ്ടെങ്കിൽ ശബ്ദം വരുന്നില്ല. എന്നിട്ട് നമ്മുടെ ചാൻ പറയും നിൻ്റെ മനുഷ്യന്ന് വിളിക്കാനും കൂടിയുള്ള അർഹതയില്ല. എന്നിട്ട് അവർ ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തിരിച്ചും അപ്പോൾ നമ്മുടെ ഹേഗ് ഇതൊക്കെ കേട്ടിട്ട് അവൾക്കും സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചാൻ ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് മിറാൻ വരുന്നത്. അപ്പോൾ ചാൻ ചോദിക്കും എന്താ ഇവിടെ വന്നത്? അപ്പോൾ പറയും എനിക്കൊരു ജോലി വേണം. അപ്പോൾ പറയും ഇവിടെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ്. എനിക്കറിയാം കുറച്ച് ഫ്ലോസൊക്കെ ഉണ്ടെന്ന്, തെറ്റുകളൊക്കെ ഉണ്ടെന്ന്, കാരണം എനിക്ക് സർക്കാരൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾ വെയിറ്റ് കാണുന്ന അറിയണോണ്ടാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.